ജൂലൈ 21 ചാന്ദ്രദിനം. അതോടനുബന്ധിച്ച് ഒരു ചെറിയൊരു സോങ്ങാണ് ഞാനിവിടെ പാടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സന്ധ്യമയങ്ങും നേരത്തെ അമ്പിളി വന്നേ മാനത്തെ, സന്ധ്യമയങ്ങും നേരത്തെ അമ്പിളി വന്നേ മാനത്തെ, വെള്ളി വെളിച്ചം പരത്തിയിട്ടെങ്ങും ഇരുട്ടിനെ ആട്ടിയകറ്റിയിടും, വെള്ളി വെളിച്ചം പരത്തിയിട്ടെങ്ങും ഇരുട്ടിനെ ആട്ടിയകറ്റിയിടും, സന്ധ്യമയങ്ങും നേരത്ത് അമ്പിളി വന്നേ മാനത്ത്, സന്ധ്യമയങ്ങും നേരത്ത് അമ്പിളി വന്നേ മാനത്ത്. നമുക്കൊരു കഥ കേട്ടാലോ? കഥ കേൾക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ? ഒരിക്കൽ ഒരിടത്ത് ഒരു നീൽ എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ അമ്മ രാത്രി കാലങ്ങളിൽ അവന് ഭക്ഷണം കൊടുത്തിരുന്നത് അമ്പിളിമാമനെ കാണിച്ചിട്ടായിരുന്നു. ഈ അമ്പിളിമാമനെ കാണാൻ അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വന്നിട്ട് അവൻ അമ്പിളിമാമനെ ഒത്തിരി സമയം നോക്കി നിൽക്കുമായിരുന്നു. അമ്പിളിമാമനെ കുറിച്ചിട്ട് വളരെയധികം സംശയങ്ങളും ആകാംക്ഷയുമായിരുന്നു ഈ നീലിന് വളരെയധികം സംശയങ്ങളായിരുന്നു അമ്പിളിമാമനെ കുറിച്ചിട്ട്. ഈ അമ്പിളിമാമനെ കുറിച്ചിട്ട് അവനുള്ള എല്ലാ സംശയങ്ങളും തീർത്തിരുന്നത് അവൻ്റെ അമ്മയോടായിരുന്നു. അമ്മയോട് അവൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താണ് അമ്പിളിമാമനെ മുകളിൽ നിൽക്കുന്നത്? അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, അമ്പിളിമാമൻ മുകളിൽ നിൽക്കുന്നത് നീലിനെ കാണാനാണ്. പിന്നീട് അവൻ്റെ സംശയം എന്തായിരുന്നു, അമ്മേ എന്താ അമ്പിളിമാൻ വെളുത്തിരിക്കുന്നത്? അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, അമ്പിളിമാമനിൽ നിറയെ മഞ്ഞാണ്. അങ്ങനെ അവൻ ഉറങ്ങുന്നത് വരെ അമ്പിളിമാമനെ കുറിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അമ്മയോട്. അമ്മ അതിനുള്ള മറുപടിയൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം അവൻ അമ്പിളിമാമനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കറുത്ത പാടുകൾ പോലുള്ള നിറവ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ അവൻ ഓടിച്ചെന്നിട്ട് അവൻ അമ്മയോട് അതിൻ്റെ കാരണം തിരക്കി. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ ചുറ്റും നിറയെ കുഴികൾ കണ്ടിട്ടുണ്ടോ മോനെ? അതുപോലെ ചന്ദ്രോപരിതലത്തിലും ചെറിയ ചെറിയ കുഴികളുണ്ട്. അത് ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിലുള്ള കുഴികളൊക്കെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നത്. അവൻ വളർന്നു വരുന്നതോടൊപ്പം അവൻ്റെ ചന്ദ്രനെ പറ്റിയുള്ള ചിന്തകളും സംശയങ്ങളും കൂടി വന്നു. ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ചന്ദ്രനിൽ പോവണം. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ചന്ദ്രനിൽ പോകാം. അതിന് നീ നല്ല ഒരുപാട് പഠിച്ചു വളരേണ്ടതുണ്ട്, വലുതാവേണ്ടതുണ്ട്. അപ്പോൾ നിനക്ക് ഇതുവരെ ആരും ചെന്നെത്താത്ത ചന്ദ്രനിൽ പോകാം. ഇത് കേട്ട് നീലിന് വളരെയധികം സന്തോഷമായി. പിന്നീടുള്ള വർഷങ്ങളിൽ അവൻ്റെ ചിന്തയിലും മനസ്സിലും എല്ലാം ഈ ചന്ദ്രനിലേക്ക് പോകുന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചന്ദ്രനിൽ പോകണം എന്നുള്ളതായിരുന്നു. അതിനായി അവൻ പഠിച്ചു, പ്രയത്നിച്ചു, വളർന്നു വലിയ കുട്ടിയായി. അവൻ പഠിച്ചു വലുതായി. പിൽക്കാലത്ത് ആ കുട്ടിയാണ് ചന്ദ്രനിൽ ആദ്യമായി കാൽ കുത്തിയിട്ടുള്ള നമ്മളെല്ലാവരും അറിയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള നീൽ ആംസ്ട്രോങ്. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന ആ നേട്ടം കൈവരിച്ചു. ആ ദിവസമാണ് നമ്മൾ ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ഒരു ചരിത്ര വിജയം നീൽ ആംസ്ട്രോങ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും. അതേ കൂട്ടുകാരെ, നീൽ എന്ന ഒരു കുട്ടിയുടെ വലുതാകുമ്പോൾ എന്താകണം എന്നുള്ള ആ ആഗ്രഹം, ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ചന്ദ്രനിൽ പോകണം എന്ന ആ ഒരു സ്വപ്നം മാനവരാശിക്ക് ഒരു പുതുലോകത്തേക്ക് വാതിൽ തുറക്കുകയും ചെയ്തു.
അതുപോലെ നമ്മുടെ ജീവിതത്തിനും ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണം ചന്ദ്രയാനം നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിനല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രികരല്ലോ. റഷ്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11 ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. കൃത്രിമോപഗ്രഹം ഇക്വറ്റോറിയലും പോളാറുമുണ്ടല്ലോ. ഭൂസ്ഥിരോപഗ്രഹം വിക്ഷേപിക്കാൻ GSLV അതുണ്ടല്ലോ. പോളാർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ PSLV അതുണ്ടല്ലോ. ഇൻസാറ്റും IRS സീരീസും ഭാരതം വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ചന്ദ്രനുമായി ബന്ധമുള്ള ഭൂമിയിലെ പ്രതിഭാസമാണല്ലോ. വേലിയേറ്റവും വേലിയിറക്കവും ഈ പ്രതിഭാസമല്ലോ. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ.